അവരുടെ വേർപാട് മക്കൾക്ക് അത്യന്തം വേദനാജനകമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അപ്പനും അമ്മയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണം. എനിക്ക് ബാല്യത്തിലെ പിതാവ് നഷ്ടപ്പെട്ടതാണ്. 1 വർഷം മുമ്പ് അമ്മയും നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ഇന്ന് തിരിച്ചു ചെല്ലാൻ വലിയ ദുഃഖം തോന്നും. ആ വീടും പരിസരവുമൊക്കെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ പഴയ സാന്നിധ്യം. അവർക്ക് നമുക്ക് വേണ്ടി മറ്റൊന്നും കാര്യമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കാര്യം ഈ മാതാപിതാക്കൾ ചെയ്തു. അവർ കണ്ടെത്തിയ യേശു നല്ലവനായിരുന്നു എന്ന് തലമുറയെ പഠിപ്പിക്കാൻ കഴിഞ്ഞത് ചേതോകരമായ ഒരനുഭവമായി ഞാൻ വിലയിരുത്തുന്നു. പ്രിയ മാതാവിന് സൗഭാഗ്യനിർഭരമായ ഒരു ജീവിതം ഭൂമിയിലും കർത്താവിൻ്റെ സന്നിധിയിലും ഉണ്ട് എന്ന പ്രതീക്ഷയിൽ ദുഃഖാർത്തരായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് കൃത്യമായ എല്ലാ പ്രത്യാശയും പ്രാർത്ഥനയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഭക്തനായിരിക്കുന്ന യോബ് ഒരിക്കൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുദീർഘമായിരിക്കുന്ന ഒരു കാലഘട്ടം ഈ ഭൂമുഖത്ത് ജീവിച്ച് 2-3 തലമുറകളെ ദൈവഭയമുള്ളവരായി വളർത്തുവാനും അവരെ ലോകത്തിന് കാഴ്ചവെക്കുവാനും സർവശക്തനായിരിക്കുന്ന കർത്താവ് വാത്സല്യ മാതാവിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ധന്യമായ, ശ്രേഷ്ഠമായ, പവിത്രമായ ആ ജീവിതം തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും മാത്രമല്ല, താൻ ഉൾപ്പെട്ടു നിന്നതായിരിക്കുന്ന പ്രസ്ഥാനങ്ങളും അതിനോടനുബന്ധിച്ചുള്ളതായിരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ വളരെ ശക്തമായിരിക്കുന്ന ഒരു ജ്യോതിസായി പ്രകാശം പരത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1990-കൾ മുതൽ ഈ ഭവനവുമായി എനിക്കടുത്ത ബന്ധവും പരിചയവുമുണ്ട്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യൂസ് കുരുവിള ഈ ഭവനത്തിലെ ഇളയ മകൻ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ പഠിക്കുന്ന സമയം മുതൽ ഇവിടെ കടന്നു വരുവാനും വാത്സല്യ മാതാവിനെ കാണുവാനും ഒരുമിച്ച് പല ആത്മീക ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും തൻ്റെ ആത്മീകമായിരിക്കുന്ന തീഷ്ണത നേരിൽ കാണുവാനും അതുമാത്രമല്ല അതിൻ്റെ അനന്തരഫലമായി നിശ്ചയമായും താൻ തന്നെ ആയിരിക്കും തൻ്റെ മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ പ്രാർത്ഥന സഹകാരി. ഇന്ന് കേരളത്തിലും ഭാരതത്തിലുമൊക്കെയായി ശക്തമായി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വാസ്തവത്തിൽ വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗം ഒരു നഷ്ടം തന്നെയാണ്. കാരണം അവർക്ക് നഷ്ടപ്പെടുന്നത് ഒരു മാതാവിനെ മാത്രമല്ല, ഞാൻ വ്യക്തമായി അറിയുന്നു, ഒരു പ്രാർത്ഥന സഹകാരിയെ കൂടിയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. സർവശക്തനായിരിക്കുന്ന കർത്താവ് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം വർഗീസ്, പാസ്റ്റർ കെ പി സാമുവേൽ തുടങ്ങിയ ദൈവദാസന്മാരെ ഒക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനവുമായി ഞങ്ങൾക്കും സ്ഥാപനം എന്നുള്ളതായിരിക്കുന്ന നിലയിലും ബന്ധപ്പെടുവാൻ കർത്താവ് വന്ന അവസരങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചതായിരിക്കുന്ന വാത്സല്യ മാതാവിനെ തേജസ്സേറിയ തുറമുഖത്തെ തേജസ്സുള്ളതായിരിക്കുന്ന ശരീരത്തോടുകൂടി കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങളും വിട ചൊല്ലുന്നു. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവ് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. മാതാവിൻ്റെ നഷ്ടം ദൈവം തന്നെ തൻ്റെ ആശ്വാസത്തിൻ്റെ കരങ്ങളാൽ നികത്തി നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായിരിക്കുന്ന ദുഃഖവും അതോടൊപ്പം തന്നെ പ്രത്യാശയും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഈ വാർഡിലെ മെമ്പറായിരിക്കുന്ന മിസ്റ്റർ വർഗി ജോർജ്, അതുപോലെ കോഴഞ്ചേരി സെൻട്രൽ ശുശ്രൂഷകനായിരിക്കുന്ന ഡിസ്ട്രിക്ട് പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജെ ജോസഫ്, അതുപോലെ പാസ്റ്റർ കെ സി തോമസ് അങ്കമാലി, പാസ്റ്റർ VT ജോസഫ്, ഈ പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്ന ഓരോ വാക്ക്, അതുപോലെ മറ്റത്ത് മലയിൽ ജോർജ് കുര്യൻ പിതാവ്, പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്ന ഓരോ വാക്കുകൾ അന്വേഷിച്ചു. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സാധിച്ച ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്. എന്ന് വന്നാലും എനിക്ക് അതിയായ ദുഃഖം ഇവിടെ രേഖപ്പെടുത്താൻ ഉള്ളത് തന്നെ, എപ്പോൾ വന്നാലും എന്നെ കുഞ്ഞെ എന്ന് വിളിക്കുന്ന ഒരാളാണ് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയത്. അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ അമ്മയുടെ അത്രമാത്രം സ്നേഹം തന്ന ഒരു മാതാവായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് ഇവിടുത്തെ മൂത്ത ലില്ലിക്കുട്ടി, ഞങ്ങളെല്ലാം ഒന്നിച്ച് പഠിച്ചു. അതിനുപരി കുഞ്ഞ്, ഇളയ പാസ്റ്റർ, ഇവരെല്ലാം അതിയായ വാത്സല്യവും സ്നേഹവും തന്നിട്ടുള്ള ഒരു ഭവനമാണ്. എനിക്ക് അച്ചാനെയാണ് ഏറ്റവും കൂടുതൽ, കാരണം വളരെയധികം ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരു കുടുംബമായിരുന്നു. ഇവരുടെ ഈ അമ്മാച്ചിയുടെ വേർപാടിൽ എനിക്കുള്ള ദുഃഖവും അനുശോചനവും, എൻ്റെ വാർഡ് മെമ്പർ എന്ന നിലയിലുള്ള അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുന്നു. സർവകൃപാലുവായ ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ കുടുംബവുമായി അനേക വർഷങ്ങളായുള്ള ആത്മീയ ബന്ധങ്ങളുണ്ട്. കർത്താവിൻ ദാസൻ പാസ്റ്റർ എബ്രഹാം വർഗീസ് ദീർഘവർഷങ്ങളായി വളരെ അടുത്തറിയാവുന്ന ഒരു ദൈവദാസനാണ്. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രവിദാനിയലച്ചാനായി കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞ് ബ്രദർ സജി പാസ്റ്റർ ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ ദീർഘവർഷങ്ങളായി പുലർത്തുവാൻ ദൈവം തന്നിട്ടുള്ള അവസരങ്ങളെ ഓർക്കുന്നു. ദൈവം ഈ കുടുംബത്തിലെ ഓരോ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വ്യക്തി മഹാനോ മഹതിയോ ആകുന്നത് എത്രനാൾ ജീവിച്ചു, ലോകത്ത് ജീവിച്ചു എന്നതിനേക്കാൾ ഉപരി അവർ ജീവകാലത്ത് സമൂഹത്തിനും ദൈവനാമത്തിനും പ്രയോജനകരമായ നല്ല സംഭാവനകൾ നൽകുന്നതിലൂടെയാണ്. ഇവിടെ അനുശോചനം അറിയിച്ചവർ, സംസാരിച്ചവർ, ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയ അമ്മച്ചി ആ നിലയിൽ ഒരു വലിയ മഹതിയായിരുന്നു. ദൈവം കൊടുത്ത നല്ല ആയുസ്സിൻ്റെ എല്ലാ നാളുകളിലും നല്ല വാക്കുകൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും ദൈവനാമത്തിനും മഹത്വകരമായി ഒരു പ്രാർത്ഥനാ വ്യക്തിയായി ജീവിപ്പാൻ ഇവിടെ പലരും ഓർപ്പിച്ച പോലെ കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിൽ ബാലശിക്ഷയിൽ വളർത്തിയെടുത്ത് സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതേറെ എനിക്ക് മുമ്പ് സംസാരിച്ച സാങ്കുട്ടിച്ചൊക്കെ ഓർപ്പിച്ച പോലെ തലമുറകൾ നീങ്ങപ്പെട്ടാലും കർത്താവിനോട് താമസമെങ്കിൽ സ്മരിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ആ നിലയിൽ ആ കർത്തദാസിയുടെ ജീവിതത്തെ നമുക്കെന്നും മാതൃകയാക്കേണ്ടതാണ്. സഭയ്ക്കിതൊരു നഷ്ടമാണ്, സമൂഹത്തിനൊരു നഷ്ടമാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള മാതൃകയുള്ള നല്ല മാതാക്കൾ, പിതാക്കൾ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ആ സ്ഥാനത്ത് ഇന്നത്തെ യുവതലമുറയ്ക്ക് വഴികാട്ടിയാകുന്ന നല്ല മാതാക്കളായി, നല്ല പിതാക്കന്മാരായി മാറുവാൻ ഏവർക്കും കഴിയേണ്ടതാണ്. ഈ സംസ്കാര ശുശ്രൂഷ അതിനൊരു നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കുന്നതിനായി ദൈവത്തിനും ദൈവനാമത്തിനും സമൂഹത്തിനും പ്രയോജനകരമായ ജീവിതം ചെയ്യുവാൻ നമ്മെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നതിന് ഇത് കാരണമായി തീരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും ഈ കുടുംബത്തിന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രദാനം ചെയ്യുന്ന ജ്യോതിമാർഗം വാർത്താപത്രികയുടെയും പ്രത്യാശ അറിയിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. പാസ്റ്റർ KC തോമസ് അങ്കമാലി, പാസ്റ്റർ VT ജോസഫ്, പാസ്റ്റർ KP രാജൻ ട്രിവാൻഡ്രം, മിസ് പാസ്റ്റർ ജേക്കബ് ഷൗമേൽ, ഇരവേരൂർ സെൻറ്ററിനെ വഹിച്ചുകൊണ്ട് ഇരവേരൂർ സെൻറ്ററിൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ബ്രദർ ചാക്കോ എബ്രഹാം ചില വാക്കുകൾ അറിയിക്കും. ഈ പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചുകൊണ്ട് ദേശം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ പിതാവ് ഏകദേശം 30-35 വർഷം മുമ്പ് ഈ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയങ്ങളിൽ ഈ കുടുംബവുമായി വളരെ ആഴങ്ങളിലെ ആത്മീയ ബന്ധം പുലർത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. പിന്നിട്ട വർഷങ്ങളിൽ എൻ്റെ സഹോദരന് ഇവിടെ ചർച്ചകോടുമായി ബന്ധപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു. ഒപ്പം എനിക്ക് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഈ പ്രിയ സജിമോൻ എന്ന് ഞങ്ങൾ പിടിക്കുന്ന മാത്യൂസ് കുരുവിള, KP ഷാമുവൽ, അവരുടെ സഹോദരങ്ങൾ, വിശേഷാൽ ഡോക്ടർ എബ്രഹാം വർഗീസ് കുടുംബം, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും എന്ന് പറയുന്ന പദവിയിലെ പ്രിയ അമ്മച്ചിക്ക് എത്തുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. ദൈവസഭയ്ക്ക് ഇന്നൊരു നഷ്ടമല്ല, തികച്ചും ഒരു ലാഭമാണ്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ ഒത്തിരി ഗുണപാഠങ്ങളുണ്ട്. പഴയ മനുഷ്യരൊക്കെ നഷ്ടമാകുന്നത് തീർച്ചയായും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ഒരു നഷ്ടമാണ്. കർത്താവ് ഈ പ്രിയ കുടുംബത്തെ ദൈവത്തിൻ്റെ വചനത്താലും കർത്താവിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശയാലും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരു കമ്പനി ലാഭകരമാണോ എന്നറിയുന്നത് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വിതരണത്തിലാണ്. പ്രിയ അമ്മച്ചി, പ്രിയ അപ്പച്ചൻ വർഷം മുമ്പ് നിത്യതയിൽ പ്രവേശിച്ചു. പ്രിയ അമ്മച്ചി ഇന്ന് നിത്യതയിലാണ്. തീർച്ചയായും ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവർ എന്ന വചനം പറയുമ്പോൾ പ്രിയ അമ്മച്ചിക്ക് ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നിത്യത ഉറപ്പുവരുത്തുവാൻ, യേശു ക്രിസ്തുവിലൂടെ മാത്രം ലഭ്യമാകുന്ന രക്ഷ അത് സ്വന്തമാക്കുവാനും അതിനുവേണ്ടി ജീവിക്കുവാനും അതിനുവേണ്ടി രാപ്പകൽ ഇല്ലാതെ അധ്വാനിക്കുവാനും
തലമുറകളെ അതിലേക്ക് നയിക്കുവാനും ദൈവം പ്രിയ ദാസയ്ക്ക് കുടുംബത്തിന് കൊടുത്ത ദർശനത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയ അമ്മച്ചിയുടെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ പ്രദാനം ചെയ്യുന്ന ഹാർവസ്റ്റ് ചർച്ചിൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായും കുടുംബത്തോടു കൂടി ഉണ്ടായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ നടക്കുന്ന ഈ ഏറ്റവും മാന്യകരമായ ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരു ഭാഗത്ത് ദുഃഖിക്കുന്നുവെങ്കിലും സന്തോഷിക്കുന്നു. ഈ അമ്മച്ചിയുടെ മക്കൾ പ്രിയ കുഞ്ഞ് സജി പാസ്റ്റർ, അപ്പോൾ തന്നെ അമ്മച്ചിയുടെ മരുമകനായിരിക്കുന്ന എബ്രോം പാസ്റ്ററുമായിട്ട് ഞാൻ ഏറിയ വർഷങ്ങൾക്ക് മുമ്പേ വളരെ ആത്മീക ബന്ധം. ഞാനിവിടെ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങൾ ഓർത്തു. ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ചർച്ച് ഓഫ് ഗോഡിലെ അംഗമായിരുന്ന അമ്മണി മമ്മി മരിക്കുന്ന സമയത്ത് ഇവിടുത്തെ കുഞ്ഞും സജി പാസ്റ്ററും ഒക്കെ ആ കുടുംബത്തോട് കാണിച്ച സ്നേഹവും എല്ലാം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ആ ഭവനവും ഇവരുമായിട്ടൊരു വലിയ ബന്ധമുണ്ടായിരുന്നു, ഒരു വലിയ ആത്മീക ബന്ധം. ഏത് കാര്യത്തിനും ഓടി വരുന്ന, അടുത്തു പാർക്കുന്ന വളരെ ആത്മീക ബന്ധം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരെ ആ കാര്യത്തിൽ ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. പ്രത്യേകിച്ച് ദുബൈയിൽ ഷാർജയിലായിരിക്കുന്ന ആ കുടുംബത്തിൽ ഇന്ന് വിനോദവും ജോസിമോളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജോൺസൺ പാസ്റ്ററുടെ പേരിൽ, ആ കുടുംബത്തിൻ്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ കുറ്റിക്കാട്ടിൽ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ അനുശോചനം അർപ്പിക്കുന്നു. എൻ്റെ പ്രത്യാശ പങ്കുവെക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവ് നമ്മെ വിട്ട് ദൈവസന്നിധിയിൽ വിശ്രമിക്കുമ്പോൾ ആ ഭൗതിക ശരീരത്തിന് മുമ്പിൽ വളരെ പ്രത്യാശയോടുകൂടെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെയും കത്തദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തേശുവിൽ കൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ പ്രത്യാശ. വീണ്ടും നമ്മുടെ പ്രിയ അമ്മച്ചിയെ നിത്യയിൽ കാണാമെന്നുള്ള, ഇപ്പോൾ നാം കാണുന്ന ഈ മുഖത്തോടല്ല, ഈ ശരീരത്തോടല്ല. 110 സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്ന പോലെ, ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു എന്ന് യേശു കർത്താവിനോട് പിതാവായ ദൈവം അരുളി ചെയ്തതുപോലെ നിത്യ യൗവനത്തിൻ്റെ തേജസ്സിൻ്റെ ശരീരത്തോടുകൂടെ പ്രിയ അമ്മച്ചിയെ കാണാമെന്നുള്ള ആ പ്രത്യാശ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സേവിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ഉള്ളിലൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നായിരിക്കുന്ന തലമുറയ്ക്ക് വളരെ മാതൃകയോടുകൂടെ ജീവിച്ച പ്രിയപ്പെട്ടവരാണ് പ്രിയ അപ്പച്ചനും അമ്മച്ചിയും. എനിക്ക് ഈ കുടുംബത്തോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, എൻ്റെ ജേസൺ KP ഷമുവിൽ പ്രിയ അമ്മച്ചിയുടെ ഒരു മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ ബിനു ഈ വീട്ടിലെ ഇളയ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആ വിധത്തിൽ പലപ്പോഴും മീറ്റിങ്ങുകൾക്കായി ഈ പ്രദേശത്ത് കടന്നു വരുമ്പോൾ, ഈ ഭവനത്തിൽ വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് തുല്യമായി എന്നെ സ്നേഹിക്കുകയും കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ പറയുമ്പോൾ നിർബന്ധമായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്ന പ്രിയ അമ്മച്ചിയെ അനേക ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതൊന്നും പങ്കുവെക്കുവാനിവിടെ സമയമില്ലല്ലോ. തീർച്ചയായിട്ടും എത്രയും വേഗം പ്രിയ അമ്മച്ചിയെ വീണ്ടും തേജസ്സോട് കാണാമെന്നുള്ള പ്രത്യാശ ദൈവം നൽകിയവർ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. തിരുവനന്തപുരത്ത് എൻ്റെ മാതാവിൻ്റെ പെങ്ങള്, എൻ്റെ വൈഫ് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, ഈ മഹത്വമേറിയ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രദാനം ചെയ്യുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ തിരുവനന്തപുരം എൽഷദായ് വർഷിപ്പ് സെൻ്ററിൻ്റെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും നാമത്തിലുള്ള പ്രത്യാശ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ ലോകത്തിലെ കഷ്ടങ്ങളും വേദനകളും തീർന്ന് പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ ഈ പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുവാൻ ദൈവം എനിക്കും ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 23 വർഷത്തോളമായി ഈ ഭവനവുമായി ബന്ധപ്പെടുവാൻ, ആത്മീയമായ സഹകരണങ്ങൾ പുലർത്തുവാൻ ദൈവം ഒരുക്കിയിട്ടുള്ള അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മേൽപ്പാടത്ത് കുന്നേൽ പ്രിയ ബാബുക്കുട്ടിയുമായി അനവധി തവണ
ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വരുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാം, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഇത് നമുക്ക് നിത്യമല്ല. നാം എല്ലാവരും എത്രയും വേഗം ഇവിടം വിട്ട് കടന്നു പോകേണ്ട സമയങ്ങൾ അടുത്തു വരുന്നു. താമസവിന ആകാശമേഘത്തിൽ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം വിശുദ്ധന്മാർ അവനോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്ന സമയങ്ങൾ ഏറ്റവും സമാഗതമായി. ഈ പ്രിയ മാതാവിനെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ അന്ന് നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദൈവസഭകളുടെയും നാമത്തിലുള്ള എല്ലാ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാടോടെ അനുബന്ധിച്ച് എനിക്ക് ഒരു വാക്ക് പറയുവാൻ കർത്താവ് എന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദീർഘനാളുകൾ ഈ ഭവനുമായി ദീർഘനാളത്തെ സ്നേഹം ബന്ധം ഈ ഭവനുമായിട്ടുണ്ട്. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു മാതാവാണ് ഈ ലോകത്ത് നിന്ന് കടന്നുപോയത്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രിയ മാതാവ് വേർപെട്ടു പോയത് വലിയ ദുഃഖമുണ്ട്. എങ്കിലും കർത്താവിൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. പലപ്പോഴും ഏതു പ്രായം ആയാലും നമ്മുടെ മാതാക്കൾ കടന്നു പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. എന്നാൽ കർത്താവിലുള്ള പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ പിന്നെയും എൻ്റെ അടുക്കൽ നിങ്ങളെ ചേർത്ത് കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നത് ആ പ്രത്യാശയിൽ ഉറച്ചിരിക്കുന്നു. പ്രിയ ഭവനത്തിലുള്ള മക്കളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ ഇരയിപേരൂർ ഡിസ്ട്രിക്റ്റിൻ്റെ നാമത്തിലുമായി എല്ലാ ദുഃഖങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മറ്റത്തുമലയിൽ കുടുംബത്തെ പ്രതികരിച്ചുകൊണ്ട് ജോർജ് കുര്യൻ, അതുപോലെ തന്നെ ഇരവിപേരൂർ സഭയെ പ്രതികരിച്ചുകൊണ്ട് ബ്രദർ സി പി വർഗീസ്, ബ്രദർ ജോമോൻ, അപ്പോൾ തന്നെ ഗോസ്പൽ ടീം സെക്രട്ടറി ആയിരിക്കുന്ന നൈനാൻ ജേക്കബ്, അതുപോലെ സൺഡേ സ്കൂൾ സെക്രട്ടറി ആയിരിക്കുന്ന ജിജി പി കുര്യൻ പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞ് അനുശോചനം അറിയിക്കാം. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാർ, പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ പ്രത്യേകിച്ചും ഈ അയൽവക്കത്തുള്ളതായ ഭവനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അനുശോചനം അറിയിക്കുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ചുറ്റുപാടുള്ള എല്ലാ ഭവനങ്ങളും എല്ലാ ആളുകളും പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഈ വേർപാടിൽ അതിയായി ദുഃഖിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ വീടിൻ്റെ തൊട്ട് മുൻപിലുള്ള വീട്ടിലെ ഒരു അംഗമാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും വൈകാരികമായ ദുഃഖം ഈ സമയത്ത് ഉള്ളത് പറയട്ടെ. കാരണം നേരം വെളുത്ത് അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ സിറ്റൗട്ടിൽ വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഭവനമാണ്, ഈ ഭവനത്തിലുള്ളവരെയാണ്. പ്രത്യേകിച്ച് പ്രിയ അമ്മച്ചി. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ഞാൻ കണ്ടിട്ടുള്ളത് ഈ അമ്മച്ചിയാണ്. 3 വർഷത്തിന് മുൻപേ എൻ്റെ അമ്മ കടന്നുപോയി. എങ്കിലും ഈ അമ്മച്ചി, അവർ രണ്ടുപേരും ഉറ്റ സ്നേഹിതരായിരുന്നു. ദിവസവും ഒരു പ്രാവശ്യം അവർ തമ്മിൽ കാണുമായിരുന്നു. എൻ്റെ അമ്മച്ചി നേരത്തെ കടന്നുപോയതിൻ്റെ ദുഃഖം പല പ്രാവശ്യം ഈ അമ്മച്ചി എന്നോട് പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഏറ്റവും വ്യക്തിപരമായ കുടുംബപരമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ബന്ധമാണ് ഈ ഭവനവുമായിട്ട് ഉള്ളത്. ഈ ഭവനവുമായിട്ട് പറയുമ്പോൾ സുദീർഘമായ ബന്ധമെന്ന് ഞാൻ പറയുമ്പോൾ തായ്ക്കുട്ടിച്ചായൻ്റെ പിതാവ്, അവിടെ തൊട്ടുള്ളതായ കാര്യങ്ങൾ എനിക്ക് നല്ലതുപോലെ ഓർമ്മയിലുണ്ട്. ഇവിടുത്തെ അപ്പച്ചൻ തായ്ക്കുട്ടിച്ചായൻ്റെ പിതാവ് ദേശത്തെ ഒരു ഉപദേശിയായിരുന്നു എന്നാണ്. അന്നത്തെ കാലത്തെ ഒരു വാക്ക് അങ്ങനെയായിരുന്നു, ഉപദേശി എന്നുള്ളതായിരുന്നു. ദൈവ ശുശ്രൂഷയിലായിരുന്നു. അപ്പോൾ ആ ഭവനത്തിലേക്കാണ് പ്രിയ അമ്മച്ചി വന്നത്. അതുകൊണ്ട് അതിൻ്റേതായ നിലയിൽ
എല്ലാ തരത്തിലും വിശ്വസ്തയോടുകൂടി ദൈവികമായ ബന്ധത്തിൽ ഏറ്റവും നന്നായി നിലയിൽ ജീവിപ്പാൻ തക്കവണ്ണം പ്രിയ അമ്മച്ചിക്ക് സാധിച്ചു എന്നുള്ളത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. സുദീർഘമായ ഒരു ആയുസ് പ്രിയ അമ്മച്ചിക്ക് ദൈവം കൊടുത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആയുസ്സിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ വളരെയധികം പ്രതിപാദിച്ചിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങളിൽ ആലങ്കാരികമായി മനുഷ്യൻ്റെ ആയുസ് അത് നിസ്സാരമാണ് അല്ലെന്നൊരിക്കൽ അതിൻ്റെ അല്പത്വത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രമാണങ്ങൾക്കനുസൃതമായിട്ട് ആയുസ്സിനെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതും നാം സ്മരിക്കേണ്ടതായിട്ടുള്ളതാണ്. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കുവാനും നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നൊക്കെയുള്ളത് വേദപുസ്തകത്തിലെ അടിസ്ഥാന പ്രമാണങ്ങളിലുള്ളതാണ്. പ്രിയപ്പെട്ട അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിലെ അടിസ്ഥാന പ്രമാണങ്ങൾ എല്ലാം വളരെ കൃത്യമായി അത് പാലിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി പറയുവാനായിട്ട് സാധിക്കും. അതിൻ്റേതായിട്ടുള്ള അനന്തര ഫലങ്ങൾ തലമുറയായി അതിൻ്റെ അനന്തര ഫലങ്ങളും അനുഗ്രഹങ്ങളും അത് അനുഭവിപ്പാനും കാണുവാനും ദൈവം സഹായിച്ചു എന്നുള്ളതും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പ്രദേശത്തെ അയൽവക്കത്തുള്ള എല്ലാവർക്കും ഒരു നല്ല സാക്ഷ്യം കാഴ്ചവെച്ചതിന് ശേഷമാണ് പ്രിയമാതാവ് പോയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അഭിമാനമുണ്ട്. ഈ ഭവനത്തെക്കുറിച്ചും അതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല ഒരു സാക്ഷ്യത്തോടുകൂടി ജയിക്കുന്ന ഈ ഒരു ഭവനം. പ്രിയപ്പെട്ട അമ്മച്ചി ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു അവസ്ഥയിൽ കഷ്ടപ്പെടുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല. ഏതാണ്ട് മരിക്കുന്നതിന് 2 ആഴ്ച മുൻപേ എൻ്റെ വൈഫ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, അയൽവക്കത്തുള്ള എല്ലാവരെയും എനിക്ക് കാണണമെന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് അങ്ങനെ അയൽവക്കത്തുള്ളവരോടൊക്കെ പറയുകയും അമ്മച്ചിയുമായിട്ട് വന്ന് സംഭാഷിക്കുകയും അങ്ങനെ ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ ഈ അയൽവക്കത്തുള്ള എല്ലാ ആളുകളോടും ഏറ്റവും ഒടുവിലായിട്ട് പങ്കുവെച്ചതും ഓർക്കുകയാണ്. ആശുപത്രിയിലേക്ക് പോയ ദിവസത്തിലും വിളിച്ചപ്പോൾ അത് വിളി കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തതും ഓർക്കുകയാണ്. അതുകൊണ്ട് ദൈവം അതൊരു ഉറക്കം പോലെ അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിച്ചു ദൈവത്തിൻ്റെ സമയത്ത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയമാതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് നമുക്ക് അഭിമാനത്തോടുകൂടി സ്മരിക്കാം. അത് ഈ ഭവനത്തിലുള്ളവർക്കും അതുപോലെ തന്നെ ചുറ്റുപാടുള്ളവർക്കും അതൊരു പ്രത്യേക ശക്തിയായി അത് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതം തീർന്നിരിക്കുകയാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമാതാവ് മാറ്റപ്പെട്ടു എന്ന് വരികിലും ഈ ഭവനത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ദുഃഖങ്ങളും അതോടൊപ്പം തന്നെ അനുശോചനവും അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങൾ വന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുവാൻ കർത്താവ് സഹായിച്ചു എന്ന് ഒരു ദൈവസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വീണ്ടും ചില വാക്കുകളെ പറയുവാൻ തക്കൊണ്ട് കർത്താവ് ആസ്വദിക്കുകയും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാവും ഈ കുടുംബവും ഞങ്ങളുടെ സഭയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടവരും മറക്കുവാൻ കഴിയാത്തതായ കുടുംബമാണ്. അവർ ദൈവസഭയുടെ ആരംഭകാലം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുവാനും അവരുടെ പ്രത്യേകിച്ച് കുഞ്ഞും സജി പാസ്റ്ററും വളരെ സജീവമായിട്ട് ഞങ്ങളുടെ സഭയുടെ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം എപ്പോഴും ഓർമ്മയുള്ളവളായി എല്ലാവരെയും അന്വേഷിക്കുകയും എല്ലാവരോടും വളരെ സന്തോഷമായി ഇടപെടുകയും ചെയ്തിരുന്ന ആ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ആ മാതാവിൻ്റെ ശബ്ദം ഇനി കേൾപ്പാൻ കഴിയില്ല, സ്പർശനം കേൾക്കുവാൻ കഴിയില്ല എങ്കിലും ദൈവസന്നിധിയിൽ താൻ ചേർക്കപ്പെട്ടിരിക്കുന്നതിനാൽ കർത്താവിനോടുകൂടി ആയിരിക്കുന്നതിനാൽ ആ സന്തോഷത്തോട് ഞങ്ങൾക്ക് ഓർത്ത് സന്തോഷിപ്പാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ന്യായപ്രമാണകാലത്ത് ഒരു ശിമിയോനും ഹന്നയും ആലയത്തിൽ എന്നിൻ്റെ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ആ ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുന്നതായ അവരെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നതിൽ നോക്കുമ്പോൾ ഹന്നയുടെ പ്രായത്തെക്കുറിച്ച് ഏകദേശം പറഞ്ഞിട്ടുണ്ട്. താൻ വളരെയധികം പ്രായം ചെന്നവളായിരുന്നു. 87 വർഷം വൈദ്യവും 7 വർഷം ഭർത്താവിനോട് ജീവിച്ചെന്നുള്ളൊരു തൻ്റെ ആയുസ്സിനെക്കുറിച്ചൊരു ചില ഐഡിയാസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ശിമയെക്കുറിച്ച് നോക്കുന്നത് ആ ആയുസ്സിനെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല. നമ്മൾ ജീവിതത്തിൽ ഏത് പ്രായത്തിലായിരുന്നാലും കർത്താവിനെ കാണുവാൻ തക്കവണ്ണം കർത്താവ് വിളിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ആ സാന്നിധ്യം മനസ്സിലാക്കുവാൻ അത് കാണുവാനുള്ളത് ആ ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നമ്മുടെ കർത്താവ് ആ കാലത്ത് അവരുടെ ഇടയനായിരുന്നു. ദാവീദ് പറയുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു. എന്നാൽ ആ ഇടയനായവൻ നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ
ഒരാടായി തീർന്ന് ഒരു യാഗമായി തീർന്നതിൻ്റെ ഫലമായിട്ട് ആ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അവൻ്റെ സന്നിധിയിലാകുവാൻ തക്കൊണ്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്നു. കർത്താവ് ഈ ഭവനത്തിന് കൊടുത്തിരിക്കുന്ന ആ ആശ്വാസം, ആ സന്തോഷം, ആ സമാധാനം ആ ദൈവത്തിൽ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് അറിഞ്ഞ് അവരുടെ കുടുംബമായിട്ട് അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ആ ദൈവഭാഗത്തായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ആ കുടുംബം അനുഗ്രഹമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നത് ഞങ്ങളുടെ എരുവേരി സഭയ്ക്കും ഒരു അഭിമാനമായി ഞാൻ കാണുന്നതിനാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കിക്കൊള്ളുന്നു. ദേവദാസന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ജീവിതകാലം ദീർഘകാലമായി